മറ്റാർക്കും സാധ്യമാവാത്ത വിധം നീ എന്നെ വെല്ലുവിളിച്ചു. കളിക്കളത്തിൽ ഞാൻ തോൽപ്പിച്ചതിനേക്കാൾ കൂടുതൽ നീ എന്നെ തോൽപ്പിച്ചു. എന്നെ കൂടുതൽ കഠിനാധ്വാനിയാക്കിയത് നീയാണ്. എന്റെ കളിയെ തന്നെ നീ മാറ്റി ചിന്തിപ്പിച്ചു. ഇന്ന് ടെന്നീസിനെ ഞാൻ കൂടുതൽ സ്നേഹിക്കുന്നതിനും കാരണം നീ തന്നെയാണ്. പുൽക്കോട്ടിലെ രാജാവായിരുന്ന റോജർ ഫെഡറർ തന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കരിയറിലെ അവസാന മത്സരത്തിനിറങ്ങുമ്പോൾ ആശംസകൾ അറിയിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്. ടെന്നീസ് എന്ന ഗെയിമിനെ പരിപൂർണതയിലെത്തിച്ച് കളിമൺകോട്ടിലെ രാജാവും പടിയിറങ്ങുകയാണ്. റാഫ എന്ന് അതിരുകളും മതിലുകളുമില്ലാതെ ലോകത്തെമ്പാടുമുള്ള ആരാധകർ സ്നേഹത്തോടെ വിളിച്ച റാഫേൽ നദാൽ. 2 വർഷങ്ങൾക്ക് മുമ്പ് ലോവർ കപ്പ് ഡബിൾസ് പോരാട്ടത്തോടെ റോജർ ഫെഡറർ കളി അവസാനിപ്പിക്കുമ്പോൾ നീലക്കുപ്പായത്തിൽ ബെഞ്ചിൽ ഒരുമിച്ചിരുന്ന് കരഞ്ഞ ഫെഡററെയും നദാലിനെയും ലോകം മറക്കാനിടയില്ല. ചിത്രത്തിലെ രണ്ടാമനും പടിയിറങ്ങുകയാണ്. ഫെഡററെ പോലെ തന്നെ അവസാന മത്സരം പരാജയപ്പെട്ടാണ് നദാലും മടങ്ങുന്നത്. ഡേവിസ് കപ്പിലെ 29 വർഷത്തെ അപരാജിത കുതിപ്പിന് അവസാന മത്സരത്തിൽ അവസാനമാവുകയായിരുന്നു. നെതർലൻഡിന്റെ ബോട്ടിക്കിനോട് നേരിട്ടുള്ള 2 സെറ്റുകൾക്ക് പരാജയപ്പെട്ടാണ് നദാൽ മടങ്ങുന്നത്. ഫുട്ബോളായിരുന്നു കുഞ്ഞു റാഫയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ബാഴ്സയെയും ബ്രസീലിയൻ റൊണാൾഡോയും ഇഷ്ടപ്പെട്ട ഫുട്ബോൾ കളിക്കാൻ ആഗ്രഹിച്ചിരുന്ന നദാൽ. എന്നാൽ അമ്മാവൻ ടോണി നദാൽ ടെന്നീസിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു. പിന്നീട് കണ്ടതെല്ലാം ചരിത്രമാണ്. ടെന്നീസ് ലോകത്തെ കിരീടം വെക്കാത്ത രാജാവായി റോജർ ഫെഡറർ കസേര വലിച്ചിട്ടിരിക്കാൻ ഒരുങ്ങിയ കാലം. 4 മണിക്കൂർ 48 മിനിറ്റ് നീണ്ട ചരിത്ര പോരാട്ടത്തിനൊടുവിൽ ആദ്യ 2 സെറ്റുകൾ പിന്നിൽ നിന്ന ശേഷം തിരിച്ചു വന്ന വിംബിൾഡൺ കിരീടം സ്വന്തമാക്കിയ നദാലിനെ ലോകം മറക്കാനിടയില്ല. കോർട്ടിലെ എതിരാളികളായിരുന്ന ആ 2 പേർ പിൽക്കാലത്ത് ഇടപിരിക്കാനാവാത്ത ചങ്ങാതിമാരായെന്നതും ചരിത്രമാണ്. പിന്നീട് ജോക്കോവിച്ച് കൂടി ചേർന്നപ്പോൾ മൂവരും ചേർന്ന ദ ബിഗ് 3 എന്നാണ് അറിയപ്പെട്ടത്. ചോദിക്കുന്നവർക്കൊക്കെ സ്നേഹവും അച്ചടക്കവുമാണ് നദാൽ. ചീകിക്കെട്ടിയ തലമുടിയും ഹെഡ് ബാൻഡും, കഠിനാധ്വാനവും ചിട്ടകളും, ബഹുമാനവും അവധാനതയും. എതിരാളികൾ പോലും നദാലിനെ നോക്കി നിൽക്കാറുണ്ടായിരുന്നു. കളിക്കളത്തിലേക്ക് വരുമ്പോൾ തനി കാളപ്പോരിന്റെ നാട്ടുകാരൻ തന്നെ. കളിമണ്ണിനെ ഇളക്കി മറിക്കുന്ന നീക്കങ്ങൾ, ഓരോ ഏസിനും മുന്നോടിയായുള്ള മുരൾച്ച, സ്ട്രോങ്ങസ്റ്റ് ഫോർ ഹാൻഡ്, സ്പീഡി ഫുട് വർക്ക്സ്. കളിമൺ കോർട്ടിനെ പതിറ്റാണ്ടുകളോളം ഈ ഇടംകയ്യൻ അടക്കി ഭരിച്ചു. 1308 മത്സരങ്ങളിൽ നിന്ന് 1080 വിജയങ്ങളുമായാണ് 21 വർഷത്തെ കരിയർ അവസാനിപ്പിച്ച ഈ 37കാരൻ പടിയിറങ്ങുന്നത്. 22 ഗ്രാൻഡ് സ്ലാം കിരീടങ്ങൾ. ലോക റെക്കോർഡായ ജോക്കോവിച്ചിന്റെ 24-ന് 2 എണ്ണം മാത്രം പിന്നിൽ. അതിൽ 14 ഏറ്റവും പ്രിയപ്പെട്ട കളിക്കളമായ ഫ്രഞ്ച് ഓപ്പണിൽ. 2008-ലും 2016-ലും ഒളിമ്പിക് സ്വർണങ്ങൾ. 4 വർഷം സ്പെയിൻ ടീമിനൊപ്പം ഡേവിസ് കപ്പ്. കരിയർ ഗ്രാൻഡ് സ്ലാം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും നദാൽ തന്നെയാണ്. 24-ാം വയസ്സ്. 10 വർഷം തുടർച്ചയായ ഗ്രാൻഡ് സ്ലാം നേടിയ ഏക പുരുഷ താരവും നദാൽ തന്നെയാണ്. 2011-ലും 2021-ലും ലോകത്തെ മികച്ച കായിക താരത്തിനുള്ള ലോറസ് പുരസ്കാരവും നദാലിനെ തേടിയെത്തി. കണ്ണീരോടെ ദേശീയഗാനം ചൊല്ലി കളി തോറ്റ് കളമൊഴിയുമ്പോഴും നമ്മൾ കണ്ടത് തളരാത്ത പോരാളി റാഫയെ തന്നെയാണ്. പോരാളി എന്ന പദം അയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് അയാളുടെ കളി കണ്ടു വളർന്നവർക്കൊക്കെയും തോന്നിയത് യാദൃച്ഛികമാകാനിടയില്ല. തോറ്റാലും പോരാടി തോൽക്കണമെന്നാണ് നദാലിന്റെ പക്ഷം. കരിയറിലെ അവസാന നാളുകളിൽ പരിക്ക് വലച്ചപ്പോഴും പോരാടി തോറ്റ് തലയുയർത്തി തന്നെയാണ് നദാൽ മടങ്ങിയിട്ടുള്ളത്. അവസാന മത്സരത്തിലും അങ്ങനെ തന്നെയാണ്. അതാത് കളികളെ പരിപൂർണതയിലെത്തിച്ച് എത്രയെത്ര യുഗങ്ങളാണ് അന്ത്യം കുറിക്കുന്നത്.